സൂപ്പർമാൻ എന്ന മൂവിയിൽ ഡേവിഡ് കോറൻസ്വെറ്റിന്റെ സൂപ്പർമാനെ വളരെ വീക്കായിട്ടാണ് കാണിച്ചതെന്ന് പലരും കംപ്ലൈന്റ് പോലെ പറയുന്നുണ്ട്. ഹെൻറി കാവലിന്റെ സൂപ്പർമാനെ പോലെ തന്നെ മികച്ചതാണ് ഡേവിഡ് കോറൻസ്വെറ്റിന്റെ സൂപ്പർമാൻ. ഒരുപാട് പേര് എന്നെ തെറി വിളിക്കുമായിരിക്കാം, എന്നാലും ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹെൻറി കാവലിന്റെ സൂപ്പർമാനെ ക്രിയേറ്റ് ചെയ്തത് സാക്ക് സ്നൈഡർ ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർമാൻ, ഏത് കഠിനമായ പോരാട്ടവും ഒറ്റയ്ക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർമാൻ. സാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗില് സ്റ്റെപ്പൻ വൂൾഫിനെതിരെ സൂപ്പർമാൻ ഫൈറ്റ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സൂപ്പർമാൻ ആ ഫൈറ്റിൽ എൻ്റർ ആവുന്നതിന് മുന്നേ ജസ്റ്റിസ് ലീഗിലെ ഓരോ മെമ്പേഴ്സും സ്റ്റെപ്പൻ വൂൾഫിനോട് പോരാടുന്നത് നമുക്ക് എടുത്തറിയുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ സൂപ്പർമാൻ ആ ഫൈറ്റിലേക്ക് എൻ്റർ ആയതോടെ മറ്റ് ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സിനെ സത്യത്തിൽ സൂപ്പർമാൻ ഓവർഷാഡോ ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. ജസ്റ്റിസ് ലീഗിലെ എല്ലാ മെമ്പേഴ്സിനേക്കാളും അതിശക്തനായി തുടക്കം തന്നെ സൂപ്പർമാനെ കാണിച്ചാൽ പിന്നീട് വരുന്ന ടീം അപ്പ് മൂവീസിൽ സൂപ്പർമാനെ മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കൂ. സോ ഈ കാരണം കൊണ്ട് തന്നെയാണ് ജെയിംസ് ഗണ്ണ് ഡേവിഡ് കോറൻസ്വെറ്റിന്റെ സൂപ്പർമാനെ വളരെ ഗ്രൗണ്ടഡും വൾണറബിളും റിലേറ്റബിളും ആയിട്ട് കാണിക്കുവാൻ ശ്രമിച്ചത്. സൂപ്പർമാൻ എന്നത് സിംബൽ ഓഫ് ഹോപ്പ് ആണ്, അല്ലാതെ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ദൈവമല്ല. ഇവിടെ ജസ്റ്റിസ് ഗാങ്ങിനെ ഒരിക്കലും സൂപ്പർമാൻ ഓവർഷാഡോ ചെയ്യുന്നില്ല. സോ ഇനി വരുന്ന ടീം അപ്പ് മൂവീസിലൊക്കെ സൂപ്പർമാനെ മാത്രമല്ല എല്ലാ സൂപ്പർ ഹീറോസിനെയും ഏവരും ശ്രദ്ധിക്കും.